കെ റഫീഖിലേക്ക് പോകുന്നു. റഫീഖ്, ഇപ്പോൾ വയനാട് ജില്ലയിൽ കോൺഗ്രസിന് എന്തു പറ്റി എന്നൊരു ചോദ്യമുണ്ടല്ലോ. അവിടുത്തെ ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ പല വർഷങ്ങളിലായി ആത്മഹത്യ ചെയ്യുന്നു. എണ്ണം എടുത്തു കഴിഞ്ഞാൽ 5 പേരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഈ ആത്മഹത്യകൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. പല നേതാക്കൾക്കെതിരെയും പരാതി പറഞ്ഞ്, അല്ലെങ്കിൽ അവിടുത്തെ പടലപ്പിണക്കത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന നേതാക്കൾക്കെതിരെ പരാതി പറഞ്ഞുകൊണ്ടാണ് പലരും ജീവൻ വെടിയുന്നത്. ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലിടത്തിന്റെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ND അപ്പച്ചന്റെ രാജി സംഭവിക്കുമ്പോൾ അത് സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനം എന്നതാണ് ശ്രീ നിസാം സെയ്ദ് വിലയിരുത്തുന്നത്. ഹൈക്കമാൻഡ് ഇടപെട്ടു, പ്രിയങ്ക ഗാന്ധി ഇടപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിയങ്ക ഗാന്ധി അവിടെ മണ്ഡലത്തിൽ പലതവണ വന്നപ്പോഴും ഈ പരാതികളാണ് അവരുടെ ചെവിയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. CPM ഈ വിഷയത്തിൽ എടുക്കുന്ന അഭിപ്രായം എന്താണ് ഇപ്പോൾ ND അപ്പച്ചൻ രാജിവെച്ച പശ്ചാത്തലത്തിൽ? അല്ല, ഇവിടെ ND അപ്പച്ചൻ രാജിവെച്ചത് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ അവർ വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെയായിരുന്നെങ്കിൽ, സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് രാജിവെപ്പിച്ചതെങ്കിൽ, ഏറ്റവും ആദ്യം രാജിവെപ്പിക്കേണ്ട ഒരാൾ ജില്ലയിൽ NM വിജയൻ്റെ മരണത്തിന് ഉത്തരവാദിയായി 1-ാം പ്രതിയായിട്ടുള്ള, അതുപോലെ തന്നെ അവിടെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലും വിജിലൻസിൻ്റെ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള IC ബാലകൃഷ്ണനെ ആയിരുന്നല്ലോ. അദ്ദേഹം ഇപ്പോഴും IC ബാലകൃഷ്ണൻ ഇപ്പോഴും കോൺഗ്രസിൻ്റെ എല്ലാ പദവികളും തുടരുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ആ നിലയിൽ രാജിവെപ്പിച്ചത് ആയിരുന്നുവെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് അവർ വ്യക്തമാക്കേണ്ടതാണ്. ഏതായാലും ഇന്നിപ്പോൾ ND അപ്പച്ചൻ്റെ മാധ്യമങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ നീരസം അതിൽ വ്യക്തമാകുന്നുണ്ട്. ഈ രാജിയിൽ ഉൾപ്പെടെ അവരുടെ ഗ്രൂപ്പ് വഴക്കാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ വിഷയം വയനാട്ടുകാരെ സംബന്ധിച്ചും കേരളത്തിലെ സമൂഹത്തെ സംബന്ധിച്ചുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസ് ഈ നിലയിലുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെയും അവരുടെ അധികാര താല്പര്യത്തിൻ്റെയും എല്ലാം ഭാഗമായി വയനാട് ജില്ലയിൽ മാത്രം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ 5 ജീവനുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. സമീപകാലത്ത് മാത്രം നഷ്ടപ്പെട്ടതാണ്. PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിലാണ് കെട്ടിത്തൂങ്ങി മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേരിടേണ്ടി വന്ന ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായ ദുരനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിക്കുന്നത്. അന്നത്തെ DCCയുടെ അധ്യക്ഷനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ ആ കാര്യത്തിൽ അന്ന് നിലപാട് വ്യക്തമാക്കിയത്. NM വിജയനും അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിക്കാരനായ മകനും മരിക്കേണ്ടി വന്നു. നമ്മളെല്ലാവരും ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകൻ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്തു. 75,000 വായ്പയെടുക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് പിന്നീട് നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത് 25,75,000 രൂപയുടേതാണ്. അതായത് 25 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻസിൻ്റെ ഭാഗമായുള്ള ഫയലിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് 25 ലക്ഷം രൂപ കൂട്ടിച്ചേർത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നടത്തിയ തട്ടിപ്പിൻ്റെ ഇരയായിട്ടാണല്ലോ രാജേന്ദ്രൻ നായർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം വന്നു. കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഇരയായിട്ടാണ് അദ്ദേഹവും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. തങ്കച്ചൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ 2-ാം വാർഡ് പ്രസിഡന്റ്, അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഈ ND അപ്പച്ചൻ്റെ ഉൾപ്പെടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ നിലയിലുള്ള കാര്യങ്ങൾ പറയുന്ന നിലയുണ്ടായത്. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ NM വിജയൻ്റെ കുടുംബത്തിന് തന്നെ പത്മജയ്ക്ക് ആത്മഹത്യാശ്രമം നടത്തേണ്ടി വരുന്ന അവസ്ഥയുണ്ടായല്ലോ. ആ നിലയിലുള്ള അനുഭവങ്ങളൊക്കെയാണല്ലോ ഈ അടുത്ത സമീപകാലത്ത് മാത്രം നമ്മൾ കണ്ടിട്ടുള്ളത്. രാജേന്ദ്രൻ നായരുടെ കുടുംബം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, അവരെ പറഞ്ഞ് പറ്റിച്ചതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ അവർക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനം നൽകിയ കാര്യങ്ങൾ പാലിക്കാത്തതിനെക്കുറിച്ചെല്ലാം അവർ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ രൂപത്തിലുള്ള സംഭവങ്ങളെല്ലാം നടന്നു വരികയാണ്. ജീവനുകൾ പൊലിയുന്നു. വലിയ രൂപത്തിൽ ആ ജീവനുകൾ പൊലിഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാരുടെ കുടുംബത്തിന് ജീവൻ അവസാനിപ്പിക്കേണ്ട രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടി വരുന്നു. നേരിടേണ്ടി വരുന്ന വഞ്ചനയെക്കുറിച്ച് പറയേണ്ടി വരുന്നു. അധികാരമോഹത്തിന് വേണ്ടി അണികളെയും പ്രവർത്തകരെയുമെല്ലാം മരണത്തിലേക്ക് ഉൾപ്പെടെ തള്ളിവിടുന്ന ക്രിമിനൽ സംഘമായി വയനാട്ടിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരാൾ മാറി നിന്നതുകൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ നേതൃത്വത്തെ ആകെ മാറ്റാനും അതുപോലെ തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും നിയമപരമായ നടപടികൾക്ക് വിധേയമാവുന്നവരെ സംരക്ഷിക്കാതിരിക്കാനും ആവശ്യമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കേണ്ടത്. എന്നാൽ ആ നിലയിലല്ലല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിങ്ങളിപ്പം പറഞ്ഞൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ NM വിജയൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്നലെ ബഹുമാന്യനായ കൽപ്പറ്റ MLA T സിദ്ദിഖ് പറയുന്നത് കേട്ടാൽ നമുക്ക് തോന്നും അദ്ദേഹം വലിയ രൂപത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടാൽ നമുക്ക് തോന്നുക അദ്ദേഹം എന്തോ സമ്മാനത്തുക നൽകിയതുപോലെയാണ്. അദ്ദേഹത്തിന് സംസാരത്തിൽ അവസാനം ഒരാശംസ കൂടെ, നല്ല നിലയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ജീവനുകളാണ് അവിടെ പൊലിഞ്ഞുപോയത്. ഇന്ന് പത്മജ അതിനെ സംബന്ധിച്ച് പത്രക്കാരോട് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, നേരത്തെ തന്നെ ഈ പണം കൊടുത്തിരുന്നുവെങ്കിൽ ആ 2 ജീവൻ പൊലിയില്ലായിരുന്നു.
ശ്രീമാൻ NM വിജയൻ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നൊരു ഭാഗം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ബാങ്ക് നിയമനങ്ങൾക്ക് വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്തു എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിൻ്റെ കുറിപ്പുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം പണം വാങ്ങിയതെന്നും ആ പണം പിന്നീട് കൊടുക്കാൻ നേതാക്കന്മാർ തിരിച്ചു തരാത്തതിൻ്റെ ഭാഗമായി 32 ലക്ഷത്തിൻ്റെ ബാധ്യത തീർക്കാൻ ബത്തേരി അർബൻ ബാങ്കിൽ നിന്നും വായ്പ 65 ലക്ഷം എടുത്ത വായ്പ 65 ലക്ഷമായിരിക്കുന്നു. താമസിക്കുന്ന വീടും അതുപോലെ തന്നെ ഭൂമിയും പണയം നൽകിയാണ് വായ്പ എടുത്തത്. ജപ്തി നടപടികൾ നേരിടേണ്ടി വന്നാൽ ഞങ്ങൾ കുടുംബം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറയുന്നത് DCCയുടെ ട്രഷററായിരുന്ന ശ്രീമാൻ NM വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞതാണ്. ആ കടമാണ്, അതായത് കോൺഗ്രസിന് വേണ്ടി എടുത്ത കടമാണ് ഇവർക്ക് ബാധ്യസ്ഥപ്പെട്ട കടമാണ് ഇന്നലെ ഈ രൂപത്തിൽ തീർത്തത്. അത് തീർക്കേണ്ടി വന്നത് എപ്പോഴാണ്? പത്മജ വലിയ രൂപത്തിൽ പ്രതികരിക്കേണ്ടി വന്നു, ആ കുടുംബം പ്രതികരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പത്മജയ്ക്ക് ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്ക് ഉൾപ്പെടെ വരുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ട സാഹചര്യം വന്നു. വലിയ പ്രതിഷേധം നാട്ടിലാകെ ഉയർന്നു വരേണ്ടി വന്നു. ആ ഘട്ടത്തിലാണ് ഇവർ ഈ നിലയിലുള്ള ഒരു കാര്യം ചെയ്തത്. പക്ഷെ ആ ചെയ്ത കാര്യത്തെയോ എന്തോ വലിയ രൂപത്തിൽ സമ്മാനത്തുക നൽകിയതുപോലെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമോ ഔദാര്യമോ നൽകിയതുപോലെയാണല്ലോ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ പറഞ്ഞത്, ഈ രൂപത്തിലേക്ക് കോൺഗ്രസ് ആ കുടുംബങ്ങളോടുൾപ്പെടെ ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരാൾ മാറ്റപ്പെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്ന പ്രശ്നമല്ല. അത് അവരെന്തിന് മാറ്റപ്പെട്ടതാണോ, അദ്ദേഹം രാജിവെച്ചതാണോ, ഇതെല്ലാം അവർ വ്യക്തമാക്കേണ്ടതാണ്. ഇവർ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താണ്? ഇവർ ഈ തെറ്റുകാരെ എല്ലാം നടപടി സ്വീകരിക്കണമല്ലോ. ഇപ്പോഴും രാജേന്ദ്രൻ നായരുടെ മരണത്തിന് ഉത്തരവാദിയായി ജയിലിൽ കിടന്ന KK അബ്രഹാം ഭാരവാഹി സ്ഥാനത്ത് തുടരുന്നു. NM വിജയന്റെയും മകന്റെയും മരണത്തിന് ഉത്തരവാദിയായ IC ബാലകൃഷ്ണൻ ഇപ്പോഴും സ്ഥാനത്ത് തുടരുന്നു. അതുപോലെ തന്നെ പത്മജയുടെ ആത്മഹത്യാ ശ്രമത്തിന് കാരണമായ T സിദ്ദിഖിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രിയങ്ക ഗാന്ധിയോടൊപ്പമൊക്കെ സഞ്ചരിക്കുന്നു. നിങ്ങൾ നോക്കൂ, ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. ജോസ് നെല്ലയുടെ മരണപ്പെട്ടു. ജോസ് നെല്ലടത്തിന്റെ വീട്ടിലേക്ക് പോകാൻ ശ്രീമാൻ T സിദ്ദിഖ് MLA, വയനാട് ജില്ലയിലുള്ള MLA ആണല്ലോ, തയ്യാറായോ? IC ബാലകൃഷ്ണൻ MLA ജോസ് നെല്ലടത്തിന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി പോയിട്ടില്ല. അതാണ്. അതെ, നിങ്ങൾ നോക്കൂ, അവർ പോയി കണ്ടു, അങ്ങനെ പറയൂ. അതായത് പ്രിയങ്ക ഗാന്ധി ആ വീട്ടിലേക്ക് പോയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ആ വീടിന്റെ തൊട്ടടുത്ത കിലോമീറ്ററുകൾ വരെ എത്തിയിട്ടും ആനയ്ക്ക് തീറ്റ കൊടുക്കാൻ പോയിട്ടും അവിടെ സവാരി നടത്താൻ പോയിട്ടും അതിൻ്റെ തൊട്ടടുത്തുണ്ടായ വീട്ടിലേക്ക് ആരാണ്? ഈ പ്രിയങ്ക ഗാന്ധിക്ക് ഉൾപ്പെടെ വോട്ട് പിടിക്കാൻ നടന്ന കോൺഗ്രസിന്റെ സജീവ പ്രവർത്തൻ, മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്, ഒരു ജനപ്രതിനിധി, എന്നിട്ടും ആ വീട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധിയോ T സിദ്ദിഖോ അതുപോലെ IC ബാലകൃഷ്ണനോ ആ വീട്ടിലേക്ക് പോയില്ല. പ്രിയങ്ക ഗാന്ധി എത്രയോ ദിവസം വരുമെന്ന് കാത്തിരുന്ന് പോവാതിരുന്ന ഘട്ടത്തിൽ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി അവർ അങ്ങോട്ട് പോവുകയുണ്ടായത്, അല്ലാതെ ഇങ്ങോട്ട് വരികയല്ല ഉണ്ടായത്. പ്രിയങ്ക ഗാന്ധിയോട് ഈ പറഞ്ഞ കാര്യങ്ങൾ, അവിടുത്തെ പ്രാദേശിക പ്രശ്നങ്ങൾ അവർ ബ്രീഫ് ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിയങ്ക ഗാന്ധിക്ക് ഭാഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാം. പ്രിയങ്ക ഗാന്ധി അല്ല, അതെ, അതാണ് പറയുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ അറിയിക്കുന്ന കാര്യങ്ങളാണല്ലോ ആ നേതാവിലേക്ക് എത്തുക. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.